ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിച്ചു, ലാല പിന്നെ ഈ ആശാനെ ഇതെല്ലാം ഊരി കൊടുത്ത് കരയുന്നൊരു സീനുണ്ട്. അത് ഏതാണ്ട് ഒരു മിനിറ്റിക്കുള്ളുണ്ട്. പക്ഷെ ഞാൻ വളരെ ശരിക്കും ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ പിൽക്കാലത്ത് ആൾക്കാർ ചോദിച്ചു, അതൊരു വളരെ അമിത അഭിനയമായി ഇരുന്നു ലാലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഷായി സാർ പറഞ്ഞു, ഈ ഒരു കഥകളി നടൻ എന്ന് പറയുന്ന ആളുടെ എത്രയും നാളത്തെ ട്രെയിനിങ്ങും എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് അയാൾ വളരെ ലൗഡാണ് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത്. അപ്പം പിന്നെ നമ്മുടെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് സെറ്റിലായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ മറന്നും ചെയ്യാം. പക്ഷേ അവിടെ കുഞ്ഞിക്കുട്ടൻ ശരിക്കും കരഞ്ഞു പോകും. സ്ഥാനത്ത് വേറൊരു ചുമട്ടുകാരൻ അങ്ങനെ കരയില്ല. അപ്പോൾ അതൊക്കെ അറിയാതെ സംഭവിച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സിനിമ കാണുമ്പം തീർച്ചയായിട്ടും ഞാൻ തന്നെ ആലോചിച്ചത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് നമ്മൾ മറന്നു പോകുന്ന ഒരു നിമിഷമാണ്. പിന്നെ അത്ര സമയമുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു കൈൻഡ് ഓഫ് ഒരു മെഡിറ്റേഷൻ പോലെയോ കാര്യങ്ങളോ എങ്ങനെ അങ്ങ് മാറിപ്പോകുന്നതാണ്. അത് നമ്മളിപ്പോൾ ഈ കിരീടം എന്നുള്ള സിനിമയിലും ഭരതം എന്നുള്ള സിനിമയിലും അല്ലെങ്കിൽ പല സിനിമയിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അറിയാതെയോ. പിന്നെ ഒരു പിൽക്കാലത്ത് ഒരാൾ ചൂണ്ടി കാണിക്കുമ്പോഴേ നമുക്കത് തോന്നാറുള്ളൂ.